സഹകരണ ബാങ്കിന്റെ ജപ്തി നടപടിയിൽ പ്രതിഷേധിച്ച കുടുംബം ജപ്തി ഭീഷണിയിൽ ആയവരുടെ കൂട്ടായ്മയുടെ സഹായത്തോടെ തിരികെ വീട്ടിൽ കയറി. കടുത്തുരുത്തി അർബൻ സഹകരണ ബാങ്കിൽ നിന്നും കുടുംബാംഗങ്ങളുടെ ചികിത്സയ്ക്ക് 25 ലക്ഷം രൂപ വായ്പ എടുത്ത കോതല്ലൂർ സ്വദേശി മണ്ണറകത്ത് അജിയും കുടുംബവുമാണ് ബാങ്കിന്റെ ജപ്തി നടപടിയിൽ ആശങ്കയും സംശയവും പ്രകടിപ്പിച്ച് പോലീസിൽ പരാതി നൽകിയത്. ഇന്നലെ ഒരു ഉച്ചയോടുകൂടി ഞങ്ങൾക്ക് ഇതിൻ്റെ ഭരണസമിതിക്കാർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. അവർ വന്ന് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞങ്ങളൊരു ആ നട്ടുച്ച വെയിലത്ത് അവരോട് കൂടി വന്ന് സമരം നടത്തി. അപ്പോൾ ആദ്യമൊന്നും ബാങ്ക് ഇതിനെക്കുറിച്ച് ഒരു തീർച്ച തീരുമാനം അവർ പറയുന്നില്ല. അവരോട് നേരിട്ട് ഭരണസമിതിക്കാർ പോയി സംസാരിച്ചു. അപ്പോൾ ബാങ്കിൻ്റെ ആൾക്കാർ നമ്മളെ ഒരു ചതിവ് പോലെ ചെയ്തതായിട്ട് ഭരണസമിതിക്കാർക്കും നമുക്കും ബോധ്യമായി. അതിൻ്റെ വെളിച്ചത്തിൽ അവരത് അംഗീകരിക്കാൻ തയ്യാറാകുന്നുമില്ല. CI ഞങ്ങളോട് 2 കൂട്ടരോടും മാറി മാറി ഇതിനൊരു അന്തിമ തീരുമാനത്തിലെത്തണമെന്ന് പറഞ്ഞ് ബാങ്കുകാരോട് സംസാരിച്ചു. അപ്പോൾ ബാങ്കിലുള്ളവർ തന്നെ അവർ ആദ്യം പറയണത് 37 ലക്ഷം രൂപ ഞങ്ങൾ കൈപ്പറ്റിയെന്നാണ്. പക്ഷേ 37 ലക്ഷം രൂപ പുതുക്കിയതിൻ്റെ വെളിച്ചത്തിലാണ് ഈ 37 ലക്ഷം രൂപ. ഞങ്ങൾ ആ കൈപ്പറ്റിയിരിക്കുന്നത് 25 ലക്ഷം രൂപയാണ്. അത് കൃത്യമായി അടച്ചു പോരുമ്പോഴാണ് കൊറോണ കാര്യങ്ങളൊക്കെ വരുന്നതും അതിൻ്റെ വെളിച്ചത്തിൽ അത് മുടക്കം സംഭവിച്ചു. പിന്നീട് അവരത് പുറകെ കിടക്കുന്ന സ്ഥലം എത്രയാണ്, ഒരു 10-16 സെൻറ്റ് സ്ഥലം വരെ അത് കൊടുത്തിട്ടാണെങ്കിൽ അവരുടെ ബാധ്യത തീർക്കാമെന്ന് അവരോട് സംസാരിച്ചു. അപ്പോൾ ആദ്യമൊക്കെ അവരത് സമ്മതിക്കുകയും ചെയ്തതാണ്. പിന്നീട് ഈ ബാങ്കിൻ്റെ തന്നെ ഉന്നത നേതാക്കന്മാർ അത് മേടിക്കുന്ന ബയ്യറെ വിളിച്ച് പറഞ്ഞു, മൊത്തത്തിൽ കിടക്കുന്ന സ്ഥലമാണ്, അത് എന്താണേലും ഒന്നിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. ബാങ്കിന്റെ നടപടി ദുരുദ്ദേശപരമാണെന്നും തങ്ങളുടെ അവകാശങ്ങൾ നിഷേധിച്ച നടപടി തിരുത്തണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. ബാങ്ക് വീടും ഭൂമിയും ലേലം ചെയ്തതായാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് കുടുംബം പോരാട്ടം നടത്തുന്നത്. നിലവിൽ കുടുംബം ആത്മഹത്യയുടെ വക്കീലാണെന്നാണ് അജിയും ഭാര്യയും പറഞ്ഞത്.